ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ദീപിക പട്കോൺ ഭയങ്കരമായിട്ട് വൈറലാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭൂട്ടാനിലെ ഒരു നാഷണൽ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്താ റെസിപ്പി എന്നല്ലേ, ഇമ ദാക്ഷി, ഇതാണ് ഈ റെസിപ്പിയുടെ പേര്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 4 ഗാർലിക്ക് ഞാൻ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ, കളറൊന്നും മാറണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10 to 12 ഗ്രീൻ ചില്ലീസ് എടുത്തിട്ടുണ്ട്, സാധാ പച്ചമുളക് കേട്ടോ. അത് ഞാൻ കുരു കളയാണ്ടും എടുക്കാം, കളഞ്ഞിട്ടും എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് അടക്കുമ്പം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇളം പച്ച കളർ, അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാരറ്റ് ഗ്രീനൊക്കെ പറയില്ലേ, അതുപോലെ ചെറിയ ഇളം ഗ്രീൻ, മൈൽഡായിട്ട് ഇളം ഗ്രീനുള്ള പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ലീഫി കളറായിട്ടുള്ള ഡാർക്ക് ഗ്രീൻ കളർ എടുക്കുമ്പോൾ നല്ല എരിവുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇളം കളറുള്ള പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഓണിയൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബോയിൽ ആവണം. ഞാനിതിന് ട്രയൽ വേർഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രീൻ ചില്ലി വെച്ചാൽ നല്ല എരിവുള്ള നല്ല ഗ്രീൻ കളറുള്ള ഗ്രീൻ ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എരിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഈ ലൈറ്റ് ഗ്രീൻ കളർ നോക്കിയിട്ട് ഗ്രീൻ ചില്ലി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഷോപ്പിലൊക്കെ പോയാൽ കുറച്ച് വലിയ സൈസൊക്കെ ഗ്രീൻ ചില്ലി കാണും, അങ്ങനത്തെയൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ചെറിയ സൈസിലുള്ള ഗ്രീൻ കളറുള്ളതാണെങ്കിൽ നല്ല കട്ടിച്ച പച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെയൊക്കെ ഗ്രീൻ ചില്ലി എടുക്കുകയാണെങ്കിൽ നല്ല എരിവുണ്ടാവും. അപ്പം അങ്ങനെ. അപ്പോൾ എന്നിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ സോൾട്ടഡ് ചീസാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ശ്രദ്ധിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ക്യൂബാണ് ചീസ്, ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അൺസോൾട്ടഡ് ക്രീം ചീസാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏതാ ചീസ് എടുക്കുന്നത് അത് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആവി കൊണ്ട് ഈ ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വരും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് സോട്ട് ചെയ്യാനും മറക്കരുത്. ഭയങ്കരമായിട്ട് വൈറലായ ഒരു റെസിപ്പി ആട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റായി ഇത് ഇടാമെന്ന് വിചാരിച്ചാൽ എനിക്കറിയില്ല. എപ്പോഴും ഇത് വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നും, പക്ഷേ എന്നാൽ പോലും ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ സമയം കിട്ടിയത് കേട്ടോ. അപ്പം എന്തായാലും ഞാനിത് ഫസ്റ്റ് ട്രയൽ ചെയ്യാതെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, കാരണം അത്രയും റിവ്യൂസ് ഇതിന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇത് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ ഫസ്റ്റ് ട്രയൽ ചെയ്യുന്നത് വിചാരിച്ച് ഡയറക്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ടേസ്റ്റൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചില്ലീൻ്റെ എരിവ് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് വേഗം തന്നെ ഇങ്ങനെ കൂട്ടി കഴിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. അപ്പം നല്ല ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ചില്ലിയൊക്കെ നല്ലോണം എരിവില്ലാതെ ചില്ലീസ് നോക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് സോട്ട് ചെയ്യാൻ മറക്കരുത്. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വേഗം തന്നെ ചീസൊക്കെ നല്ലോണം മെൽട്ടായി വന്നോളും. അപ്പോൾ അതിൻ്റെ ചീസിൻ്റെ ലംസൊന്നും ഇല്ലാണ്ട് നല്ലോണം പേസ്റ്റ് നല്ല ക്രീമി ടെക്സ്ചറിലായി കിട്ടുന്നവരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഗ്രേവിയുടെ അളവ് നിങ്ങൾക്കൊരു സെമി ഗ്രേവിയിലാണ് ഇത് വേണ്ടത്. അധികം ലൂസ് ആവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് സെമി ഗ്രേവി, രണ്ടിലും ഇടയിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസിലും വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ, വളരെ സിമ്പിളാണ്. ഇനി ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം, അതും ടേസ്റ്റാണ്. പക്ഷേ ഓതൻറ്റിക്കായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ചില ആൾക്കാർ ഇതിൽ ഉള്ളി വരെ ഇടാണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വേർഷനിൽ ഞാൻ ഉള്ളിയൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തതുപോലെ ചില ആൾ തക്കാളി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. ഈ ചില്ലിക്ക് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പല രീതിയിൽ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വേർഷനിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അധികം കുറുക്കിയിട്ട് ടെക്സ്ചർ മാറ്റാതെ അത് കുറച്ച് ലൂസിലുള്ള സമയത്ത് തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചീസ് ആയതുകൊണ്ട് പിന്നെയും കുറച്ചും കൂടി തിക്കാവും. അതുകൊണ്ട് ചെറിയ ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തടിഞ്ഞ് വരുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എരിവില്ലാത്ത ചില്ലീസാണ് നിങ്ങൾ എടുക്കുന്നത് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച്
ചൂസ് ചെയ്യുക. ചില്ലീസ് എടുക്കുമ്പം അധികം ഡാർക്ക് ഗ്രീൻ എടുക്കാതെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ, കുറച്ച് വലിയ സൈസൊക്കെ എടുക്കുകയാണെങ്കിൽ അധികം എരിവ് കാണില്ല കേട്ടോ. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നീ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.